بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله اللهم صل وسلم وبارك عليه. ഒന്നാണ് നമ്മൾ പറഞ്ഞത്, അതേ രൂപത്തിൽ തന്നെയാണ് രണ്ടാമത്തെ ബാബും. ചെറിയൊരു ഹറക്കത്തിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇനി മൂന്നും നാലൊക്കെ അങ്ങനെ തന്നെ. അൽ ബാബു സാനി, രണ്ടാമത്തെ ബാബ് ബാബു ഫഅല യഫ്ഇലു. ഫഅല യഫ്ഇലു എന്നതാണ്. ബി ഫത്ഹിൽ ഐനി ഫിൽ മാദി, മാദിയിൽ ഐനിന് ഫത്ഹ് ചെയ്തുകൊണ്ടും വകസ്രിഹ ഫിൽ മുളാരിഇ, മുളാരിഇൽ കസ്ർ ചെയ്തുകൊണ്ടും. ഫഅല യഫ്ഇലു, മറ്റേത് ഫഅല യഫ്ഉലു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇത് ഫഅല യഫ്ഇലു. വതസ്രീഫുഹു, അതിനെ സർഫാക്കൽ. നഹ്വു ضرب يضرب ضربا فهو ضارب وضرب يضرب ضربا فهو مضروب الأمر منه اضرب ليضرب ليضرب ആണോ. മജ്ഹൂലുണ്ട്, മഫ്ഊലുണ്ട്, ഇസ്മഫൂലുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇദ്രിബ് ലിയദ്രിബ് ലിയുദ്റബ്. വന്നഹ്യു ലാ തദ്രിബ് ലാ യദ്രിബ് ലാ യുദ്റബ്. ലറബ, അവൻ ഒരു പുരുഷൻ അടിച്ചു. യദ്രിബു, അടിക്കും. ലർബൻ, അടിക്കൽ. ലാരിബുൻ, അടിക്കുന്ന പുരുഷൻ. ലുരിബ, അവൻ അടിക്കപ്പെട്ടു. യുദ്റബു, അവൻ അടിക്കപ്പെടും. ലർബൻ, അടിക്കപ്പെടൽ. മദ്റൂബുൻ, അടിക്കപ്പെട്ടവൻ പുരുഷൻ, അടിക്കപ്പെട്ട പുരുഷൻ. അൽ അംറു മിൻഹു ഇദ്രിബ്, നീ അടിക്ക്. ലിയദ്രിബ്, അവൻ അടിക്കട്ടെ. ലിയുദ്റബ്, അവൻ അടിക്കപ്പെടട്ടെ. ലാ തദ്രിബ്, നീ അടിക്കരുത്. ലാ യദ്രിബ്, അവൻ അടിക്കരുത്. ലാ യുദ്റബ്, അവൻ അടിക്കപ്പെടരുത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ജുമാന, ഫൈസ പറ. യെസ് 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 ഓക്കെ. ഇനിയാണ് നമ്മൾ നമ്മുടെ ഈ അജ്നാസുൽ കുബ്രയിലെ സ്പെഷ്യലൈസ്ഡ് ഏരിയ. വദ്ദർഫു മിൻഹു മദ്രിബുൻ ഉണ്ടോ. മറ്റോടത്ത് മൻസറുൻ എന്നായിരുന്നു, ഇവിടെ മദ്രിബുൻ എന്നായിരുന്നു. ഇവിടെ മൻസറുൻ എന്നാണ്, ഇവിടെ മദ്രിബുൻ. ഇവിടെ മദ്രിബുൻ. വൽ ആലത്തു മിൽറബുൻ വമിൽറബത്തുൻ വമിൽറാബുൻ. മിൽറബുൻ അത് വ്യത്യാസമല്ല, മിൽറിബുൻ എന്ന് പറയണ്ട, മിൽറബുൻ തന്നെ. മിൽറബുൻ വമിൽറബത്തുൻ വമിൽറാബുൻ. ഈ ലർഫിൽ ചെറിയൊരു വ്യത്യാസം. ലർഫ് ശരിക്ക് മദ്രിബുൻ, നേരത്തെ മൻസറുൻ എന്നായിരുന്നു, അതുപോലെ ഇവിടെ മദ്രിബുൻ ആണ്. എന്നാൽ ആലത്തിൻ്റെ അവിടെ മിൽറബുൻ വമിൽറബത്തുൻ വമിൽറാബുൻ. തസ്നിയത്തുഹുമാ മദ്രിബാനി വമിൽറബാനി വൽ ജംഉ മിൻഹുമാ മദാരിബു വമദാരീബു വസ്മു തഫ്ളീലി മിൻഹു അദ്റബു വൽ മുഅന്നസു ളുർബ വതസ്നിയത്തുഹുമാ അദ്റബാനി വളുർബയാനി വജംഉഹുമാ അദ്റബൂന വഅദാരിബു വളുറബു വളുർബയാത്ത്. ലർഫ് മദ്രിബുൻ, അടിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അടിക്കുന്ന സമയം. വൽ ആലത്തു മിൽറബുൻ വമിൽറബത്തുൻ വമിൽറാബുൻ, അടിക്കുന്ന ഉപകരണം. തസ്നിയത്തുഹുമ, അത് രണ്ടിൻ്റെയും തസ്നിയ മദ്രിബാനി വമിൽറബാനി. വൽ ജംഉ മിൻഹുമ മദാരിബു വമദാരീബു. ഒറ്റ രണ്ടിനും ഒരേ ജമ്മു വരും കേട്ടോ. മിൽറബു എന്നുള്ളതിനും മദ്രിബു എന്നുള്ളതിനും ഒക്കെ മദാരിബു അല്ലെങ്കിൽ മദാരീബു എന്നുള്ള ജമ്മാണ് വരിക. വസ്മു തഫ്ളീലി മിൻഹു അൽറബു, ഏറ്റവും കൂടുതൽ അടിക്കുന്നവൻ. വൽ മുഅന്നസു ളുർബ, ഏറ്റവും കൂടുതൽ അടിക്കുന്ന സ്ത്രീ. വതസ്നിയത്തുഹുമാ അൽറബാനി വളുർബയാനി വജംഉഹുമാ അൽറബൂന വഅദാരിബു, അത് രണ്ടും മുദക്കറിനെ. വളുറബു വളുർബയാത്ത്, അത് രണ്ടും മുഅന്നസിനെ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇവിടെ ഫൈസ, ജുമാന, സിമ്പിൾ അല്ലേ?
ഇവിടെ ജുമാനവിടെ എന്നാ പറ കാശിഫ. നിത പറ. ജലസ യജ്ലിസു. ജലസ جلس يجلس جلسا فهو جالس وجلس يجلس جلسا فهو مجلوس الأمر منه اجلس والنهي لا تجلس لا نجلس لا يجلس منه مجلس آية اجلس ഓക്കെ. ജലസ ലാസിമാണ് കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് സർഫാക്കിയപ്പോൾ വന്നു. ജലസ ലാസിമായ ഫീലാണ്. അപ്പോൾ ഏതുണ്ടാവില്ല, ഉഷാറായിട്ടുണ്ട്. അതിൽ ജുലിസ എന്നുള്ള മജ്ഹൂലും മജ്ലൂസ് എന്നുള്ളതൊന്നും ഉണ്ടാവില്ല. അംറിൽ ഇജ്ലിസ് ലി യജ്ലിസ്, വന്നഹിയു ലാ തജ്ലിസ് ലാ യജ്ലിസ്, ലാ യുജ്ലസ്നോ ലി യുജ്ലസ്നോ എന്നുള്ളത് ഉണ്ടാവില്ല. കുഴപ്പമില്ല, അത് നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചർ പഠിക്കല്ലോ. ഓക്കെ. ലറബ യദ്രിബു അല്ലേ, ജലസ യജ്ലിസു. ഒരു ഉദാഹരണം, ഈ രൂപത്തിലൊരു ഉദാഹരണം. ഈ വചനിൽ കൂടുതലും മുത്തഅദ്ദിയാണ് വരിക കേട്ടോ. ലറബ യദ്രിബിൽ കൂടുതലും മുത്തഅദ്ദിയാണ് വരിക. ചില സമയത്ത് ലാസിം വരും. ഒരു ഉദാഹരണം പറയും. യസറ യൈസിറു. കാശിഫ, യസറ യൈസിറു. ആ ആ ആ അല്ല, ലിയൂസർ. അവിടെ ലിയൂസർ. നീസറാന്. ഐസറാന്. യുസ്രയാത്ത്. യുസ്രയാത്ത്. ഓക്കെ, ക്ലിയർ. ഫായിസ എല്ലാവർക്കും അഭിനന്ദനം നൽകുന്നുണ്ട്. അപ്പോൾ അടുത്തത് ഫായിസ. വറസ യരിസു. വറസ യരിസു. അതിൽ മുദാരിയിൽ നമ്മൾ പറഞ്ഞല്ലോ, വാവ് പോകും, മിസാലാണ്. അതിൻ്റെ വാവ് എന്ത് ചെയ്യും, നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ടാട്ടോ. മുദാരിയിൽ മാത്രമേ നഷ്ടപ്പെടൂ, മജ്ഹൂലിലോ മറ്റേതിലോ ഒന്നും നഷ്ടപ്പെടില്ല. ഒന്ന് പറഞ്ഞു നോക്ക്.
യരിസു വറസത്തൻ ആ ആ വുരിസ വുരിസ യൂറസു ആ الأمر منه يورث يورث ليورث النهي لا ترث لا يرث يرث لا يورث അവിടെ അമ്ര ഇങ്ങനെയും വരും കേട്ടോ അമ്ര വറസ യരിസു റിസ് എന്നും വരും ഈദ് എന്നുണ്ടല്ലോ ഈദ് അങ്ങനെയും വരും അതുപോലെ ഓക്കെ ആ മറ്റേത് പറഞ്ഞു ആ മൗരിസുൻ ആ ആ അപ്പോൾ വാവ് മറിഞ്ഞ് യാ ആവും വാവേ മീറസുൻ മീറസത്തുൻ മീറാസുൻ ആ മൗരിസാനി മീറസാനി അല്ല മദ്രിബാനി അല്ലേ ആ ആ ആ ഓക്കെ ക്ലിയർ ഔറസു വുർസ വുർസയാനി വുറസു അല്ല വുറസു വുർസയാത്ത് വുർസു ഈ വാവായതുകൊണ്ടുള്ള ഒരു ചെറിയൊരു കൺഫ്യൂഷനാണ് കുഴപ്പമില്ല ആ ഇവൾക്ക് ഇത് കൊടുക്കേ അഭിനന്ദനം കൊടുക്കും നിങ്ങളിങ്ങനെ വാങ്ങി വെക്കല്ലേ ഓക്കെ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നില്ല കാശിഫ ജുമാന അഭിനന്ദനം കൊടുക്കാനൊന്നും ഇല്ല എന്നാ പറയുന്നത് ഓ ഓക്കെ ജുമാനക്ക് ചെറുതൊന്നും കേട്ടാ ജലസ് തന്നെ വേണം ജലസ് എഡ്യൂക്കേഷൻ മുജല്ല മജ്ലൂസ് ആ ആ ആ ഓക്കെ ക്ലിയർ യെസ്
ഇതെന്താ ഒരു അഭിനന്ദനം ഒന്നും കൊടുക്കാത്തത്? നിങ്ങളെന്ത് മനുഷ്യന്മാരാ? ആ അവിടെ ഫായിസ ഉഷാറായിട്ടുണ്ടല്ലോ. ആ യെസ്. ഇതൊന്നും ഒന്നേ ഉണ്ടാവും, ഒറ്റൊന്നും അല്ല, ഇന്നെടുത്ത് ഉണ്ടാവില്ല. ഒറ്റൊന്നും അങ്ങനെ സർപ്പാക്കാൻ ഉണ്ടാവും, സർപ്പാക്കി എഴുതാണ്ടാവും. സിമ്പിളായത് ബൈഹാർട്ടായിട്ട് പഠിച്ചാൽ നല്ലതാണ്. അപ്പോഴല്ലേ പരീക്ഷ എഴുതാൻ പറ്റിയാൽ മതി. ഇതൊരു ഒരു സ്ട്രക്ചർ ഇതുവരെ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഈ നഹി വരെ, ഈ സാധനം വരെ, ലാ ലാ യുഫ്തഹ് എന്നൊക്കെ വരെ ഓക്കെ അല്ലേ? അല്ലേ? ഇത് നമ്മൾ നേരത്തെ പഠിച്ച അജ്നാസ് സൂറയിൽ പഠിച്ചാണ് ഈ സാധനങ്ങൾ. ഞാനിപ്പോൾ അടിവരട്ട ഭാഗങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് പ്രശ്നമുള്ളൊരു ഏരിയ ഇതായിരിക്കും. ഇവിടുന്ന് ഇങ്ങോട്ട് ഈ സാധനം അല്ലേ? ഇതല്ലേ പ്രശ്നമുള്ളൂ? അല്ല, എല്ലാവർക്കും പ്രശ്നമുള്ളവർക്ക് ഇതല്ലേ പ്രശ്നമുള്ളൂ? യെസ്. അത് നമുക്ക് പെട്ടെന്ന് പഠിക്കാനൊരു ടെക്നിക്ക് ഉണ്ട്. ഈ സാധനം ഈ ഒറ്റൊന്ന് പഠിച്ചാൽ മതി. ഈ ലർഫ് ആലത്ത് എന്നുള്ളത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തസ്നിയയും അതിൻ്റെ ജമ്പും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ലർഫ് ആലത്ത്, ലർഫ് മഫ്തഹുൻ, ഇത് ഫതഹ യഫ്തഹു എന്നാണ്. അപ്പോൾ മഫ്തഹുൻ, ആലത്ത് മിഫ്തഹുൻ വ മിഫ്തഹത്തുൻ വ മിഫ്താഹുൻ. പിന്നെ ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? അതിൻ്റെ തസ്നിയ മഫ്തഹ് എന്ന് പഠിച്ചു, മഫ്തഹാനി നമ്മൾ ജാലിസുൻ ജാലിസാനി പറഞ്ഞ പോലെ. മിഫ്തഹു എന്ന് പഠിച്ചു, മിഫ്തഹാനി നമ്മൾ തസ്നിയ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചതാണ്. ജംഇൻ്റെ അവിടെയാണ് മഫാത്തിഹു വ മഫാത്തിഹു. ഇതെല്ലാം ഒരേ രൂപത്തിലാണ്, എല്ലാത്തിലും ഒന്നാണ്. ഏത് എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് ഇതാണ്. മലാരിബു വ മലാരിബു, മനാസിറു വ മനാസിറു ഉണ്ടാവും. ഇവിടെയും ഇപ്പുറത്ത് നോക്ക്, മലാരിബു വ മലാരിബു, ഇവിടെയൊക്കെ ഒരേപോലെയാണ്. ഇനി അടുത്തതിൽ വരുന്നിടത്തൊക്കെ അങ്ങനെ തന്നെയാണ്, എല്ലാത്തിലും. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ഇസ്മു തഫ്ദീലാണ്. ഇസ്മു തഫ്ദീൽ അഫ്തഹ് മുഅന്നസ് ഫുത്ഹ, ഇത് രണ്ടും പഠിക്കണം. ഏതുപോലെ ലർഫും ആലത്തും പഠിച്ച പോലെ ഇസ്മു തഫ്ദീൽ അഫ്തഹ്. തഫ്ദീൽ അഫ്തഹ് എന്നേ വരൂ, എല്ലാത്തിലും അഫ്തഹ് എന്നേ വരൂ. മുഅന്നസ് ഫുത്ഹ ഈ ഒരു വസനിക്കേ വരൂ. തസ്നിയ പിന്നെ നമുക്കറിയാലോ, അഫ്തഹുൻ്റെ ഇത് അഫ്തഹാനി, ഫുത്ഹ എന്നുള്ളതിൻ്റെ ഫുത്ഹയാനി, അവസാനം യാ ആണല്ലോ, ഇവിടെ യാ ഉള്ളത്. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്തു? നമ്മൾ ഫുത്ഹ എന്നുള്ളടത്ത് ഫുത്ഹയാനി. ജമു അഫ്തഹൂന വ അഫാത്തിഹു, അഫ്തഹൂന അഫ്തഹുൻ അഫ്തഹു അഫ്തഹാനി അഫ്തഹൂന, ജയ്ദുൻ ജയ്ദാനി ജയ്ദൂന, ആലിമുൻ ആലിമാനി ആലിമൂന, അങ്ങനെ സ്ട്രക്ചർ ഉണ്ട്. അഫാത്തിഹു. പിന്നെ ഫുത്തഹ് ഫുത്തഹയാത്ത്. ഫുത്തഹ് എന്നുള്ളതാണ് എന്തിന് ജമു? ഫുത്ഹ എന്നുള്ളതിൻ്റെ ജമു ഫുത്തഹ് എന്നാണ്. ഇതുപോലെ നുസ്ര നുസർ, യുസ്ര യുസറു, അങ്ങനെയാണ് അതിൻ്റെ ജംഅ് വരിക. അപ്പോൾ ഇത്ര ഭാഗമേ ഉള്ളൂ. ഏത്? ലർഫും ആലത്തും ഇസ്മു തഫ്ദീലും, അതുപോലെ മൂന്നെണ്ണം, ലർഫും ആലത്തും ഇസ്മു തഫ്ദീലും. ഇങ്ങനൊരു ഡിവിഷൻ ആക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ അത് എളുപ്പമാണ്. അത് നിങ്ങൾ ഇങ്ങനെയല്ല എഴുതേണ്ടത്. ഒന്നുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫത്തഹ യഫ്തഹു ഫത്ഹൻ ഫഹുവ ഫാത്തിഹുൻ, അത് ഒറ്റ വരിയിൽ എഴുതാം. ഫുത്തിഹ യുഫ്തഹു ഫത്ഹൻ ഫഹുവ മഫ്തൂഹൻ, അത് മറ്റേ വരിയിൽ എഴുതാം. അപ്പോൾ ഒന്ന് മഅറൂഫാണ്, ഒന്ന് മജ്ഹൂലാണ്. പിന്നെ അടുത്ത വരിയിലാണ് ഏത് വേണ്ടത്? അൽ-അംറു മിൻ ഇഫ്തഹ് ലിയഫ്തഹ് ലിയുഫ്തഹ്. നെക്സ്റ്റ് വരിയിൽ നഹി ലാ തഫ്തഹ് ലാ യഫ്തഹ് ലാ യുഫ്തഹ്. പിന്നെ വല്ലർഫു മിൻഹു മഫ്തഹുൻ, അതിൻ്റെ നേരെ തന്നെ മഫ്തഹാനി, അതുപോലെ മഫാത്തിഹു വ മഫാത്തിഹു കൂടി എഴുതാം. ഞാൻ പറഞ്ഞത് മനസ്സിലാണ്ട? ജുമാന, ഫൈസ, കാശിഫ, യെസ്. അപ്പം
വല്ലർഫു മിൻഹു മഫ്തഹുൻ എന്ന് എഴുതുക. എന്നിട്ട് പിന്നെ ആലത്ത് നല്ല എഴുതുന്നുണ്ട്. അതിൻ്റെ നേരെ പുറത്ത് മഫ്തഹാനി മഫാത്തിഹു വ മഫാത്തിഹു. അപ്പോൾ അത് കഴിഞ്ഞു ലർഫു. ആലത്ത് മിഫ്തഹുൻ വ മിഫ്തഹത്തുൻ വ മിഫ്താഹുൻ. അതിൻ്റെ തസ്നിയ മിഫ്തഹാനി മഫാത്തിഹു ജമ്മ് മഫാത്തിഹു മഫാത്തി. അത് ഡയറക്റ്റായിട്ട് എഴുതുക ഒറ്റ വരി. പിന്നെ ഇസ്മു തഫ്ദീലി അത് അഫ്തഹു. അതിൻ്റെ തസ്നിയ നേരെ എഴുതുക അഫ്തഹാനി അഫ്തഹൂന വ അഫാത്തിഹു. മുഅന്നസ് ഫുത്ഹ എഴുതുക. പിന്നെ ഫുത്ഹയാനി നേരെ ഫുത്തഹു വ ഫുത്ഹയാസ്. ഇത് എഴുതിയിട്ട് ഓരോ വരിയിലും ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ ഓരോ വരിയിലും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രക്ചർ ഏത് ഫീൽഡിലും മൂന്നക്ഷരമുള്ള ഏത് ഫീൽഡിലും അപ്ലൈ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. മുലാരി എഫ്ഇലു വരുമ്പോൾ എഫ്ഇലു എന്നുള്ള മുലാരി വരുന്ന സമയത്ത് അതിൻ്റെ ലർഫ് മഫ്ഇലുൻ എന്നായിരിക്കും. യഫ്ഉലു എന്ന മുലാരി വരുമ്പോഴോ അല്ലെങ്കിൽ യഫ്അലു എന്ന മുലാരി വരുമ്പോഴോ മഫ്അലുൻ എന്നുമായിരിക്കും. മഫ്ഉലുൻ എന്നുണ്ടാവില്ല. ഈ ഒരു വ്യത്യാസമേ നമുക്കുള്ളൂ. ലമ്മ വരുന്ന യൻസുറു എന്ന് പറയുമ്പോൾ മൻസുറുൻ അല്ല മൻസറുൻ ആണ്. യഫ്തഹു എന്ന് പറയുമ്പോൾ മഫ്തഹുൻ ആണ്. യജ്ലിസു എന്ന് പറയുമ്പോൾ യദ്രിബു എന്നൊക്കെ പറയുമ്പോൾ അത് മജ്ലിസുൻ ആവും, മദ്രിബുൻ എന്നും ആകും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഈ ഒരു ഇത് അപ്ലൈ ചെയ്ത് പഠിച്ചാൽ അപ്പോൾ അത് സിമ്പിളായിരിക്കും. പിന്നെ ഏതെങ്കിലും ഒന്ന് ചെറുതൊക്കെ ഒന്ന് മിസ്സായി പോയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ തെറ്റിന്നല്ലേ ശരി നമ്മൾ പഠിക്കുക. മാർക്ക് ചെറിയ തെറ്റിന് ചെറിയ മാർക്കേ കുറയും, വലിയ തെറ്റിന് വലിയ മാർക്ക് കുറയും. നിങ്ങളുടെ പരീക്ഷയുടെ മാർക്ക് നോക്കിയാൽ അറിയാം. ചെറുതിന് വളരെ ചെറിയ രൂപത്തിലെ, പക്ഷെ അതും വരാൻ പാടില്ല. ശരിക്ക് അത് ശ്രദ്ധിക്കുക. ഓക്കെ, റെഡിയല്ലേ? ക്ലിയർ അല്ലേ? ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങളൊന്ന് എഴുതി നോക്കി. അങ്ങനെ എഴുതി നോക്കി, അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കും. ഇത് കാണുമ്പോൾ ഒരു 5, 6, 7, 8 വരി ഉണ്ട് എന്ന് ഇങ്ങനെ തോന്നുമ്പോൾ അതൊക്കെ പാടുണ്ട് എന്ന് തോന്നുകയാണ്. പക്ഷെ നമ്മൾ അത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്, ഡിവിഷനാക്കി വെക്കുന്ന സമയത്ത് ക്ലിയർ ആവും. ഓക്കെ, അൽ ബാബു സാലിസ് ബാബു ഫഅല യഫ്അലു. ഇവിടെ ചെറിയൊരു നിയമം നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ബിഫത്ഹിൽ ഐനി ഫീഹിമ. മാളിയിലും മുളാരിയിലും ഫത്ഹാണ്. ഐനിക്ക് ഫത്ഹ്. ഐൻ ഫീലിനും മാളിയിലും മുളാരിയിലും ഫത്ഹ്. ഫഅല യഫഅലു. ഇനി നിയമം പറയട്ടെ. ഇന്നമാ യത്വരിദു. തീർച്ചയായും നിയമത്തോട് യോജിക്കും. ഹാദൽ ബാബു. ഈ ബാബ് മുത്തരിദായി വരും. മറ്റുള്ളതിനൊന്നും മുത്തരിദാവാൻ ഷർത്തുണ്ടായിരുന്നില്ല. ഇതിനൊരു ചെറിയൊരു ഷർത്തുണ്ട്. എന്താണെന്നറിയോ? ഇതാക്കാൻ ഐനുഹു. അതിൻ്റെ ഐന് ആയാൽ, ഔ ലാമുഹു അല്ലെങ്കിൽ അതിൻ്റെ ലാമ് ആയാൽ, ഹർഫൻ മിൻ ഹുറൂഫിൽ ഹൽഖി. ഹൽഖിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഒരക്ഷരമായാലാണ് ഇത് മുത്തരിദാവുക. ഇത് അറബിക് ഗ്രാമറിനോട്, അറബിക് സർഫ് നിയമങ്ങളോട് യോജിക്കണമെങ്കിൽ ഐന് ഫിയലോ ലാമു ഫിയലോ ഹൽഖിൻ്റെ അക്ഷരങ്ങളിൽ നിന്നും ഒന്നാവണം. ഏതാണ് ഹൽഖിൻ്റെ അക്ഷരങ്ങൾ? യൽ ഹംസത്തു വൽ ഹാഉ വൽ ഐനു വൽ ഹാഉ വൽ ഗൈനു വൽ ഖാ. ഇതാണ്. ഇവിടെ നോക്ക്, ഫതഹയിൽ ലാം ഫീൽ ഹ ഉണ്ട്. ലാം ഫീൽ എന്തുണ്ട്? ഹ ഉണ്ട്. ഹ വന്നിട്ടുണ്ട്. അതുപോലെ മനഅ യംനഉ ലാം ഫീൽ ഐന് വന്നിട്ടുണ്ട്. അപ്പോൾ ഹൽഖിൻ്റെ 6 അക്ഷരങ്ങളിൽ പെട്ട ഒരക്ഷരം ആയി വന്നാലാണ് ഇങ്ങനെ വരിക. അപ്പോൾ ഐൻ ഫീലോ ലാം ഫീലോ
ഹൽക്കിൻ്റെ 6 അക്ഷരങ്ങളിൽപ്പെട്ട ഒരക്ഷരമായി വരണം. വ ഇല്ല, അങ്ങനെയല്ലെങ്കിൽ ഹൽക്കിൻ്റെ അക്ഷരമായിട്ടില്ല, ഐൻ ഫീലോ ലാം ഫീലോ, എന്നിട്ട് ഈ വസ്നിൽ വരൽ ഫഅല യഫ്അലു എന്ന വസ്നിൽ വരൽ ഷാദുൻ ഫഹുവ ഷാദുൻ, അത് ഒറ്റപ്പെട്ടതാണ്, നിയമത്തോട് യോജിക്കാത്തതാണ്. അതിനുദാഹരണം ഇതുപോലെ നഹ്വു അബായ ഇബ, അബാ ഹംസ ഉണ്ട്, പക്ഷെ അത് ഫീല, ഐൻ ഫീൽ ബാവും ലാം ഫീൽ അലിഫുമാണ്. അബായ ഇബ, ഇത് ഫഅല യഫ്അലു വസ്നിക്കാൻ വന്നിട്ടുണ്ട്. ഫഅല യഫ്അലു വസ്നിക്കാണ് എന്തായിട്ടുള്ളത്, ഇത് വന്നിട്ടുള്ളത്. പക്ഷെ ഇത് ഷാദാണ്, ഒറ്റപ്പെട്ടതാണ്. ഇത് നമ്മൾ ഷാദ് എന്നുള്ള ഭാഗത്തിൽ ഇവരെ എണ്ണും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഇപ്പോൾ പറഞ്ഞത് ഓക്കെ അല്ലേ? അപ്പോൾ ഫതഹ യഫ്തഹു, ഫഅല യഫ്അലു എന്ന രൂപത്തിൽ മുത്തരിദായി വരണമെങ്കിൽ 6 ഹൽക്കിൻ്റെ ലെറ്ററുകളിൽ നിന്നും ഒന്നായി വരണം. ഈ ഹൽക്കിൻ്റെ ലെറ്ററുകൾ 6 ഉള്ളത് എല്ലാ ഏതെങ്കിലും എല്ലാം ഇങ്ങനെ വരും എന്നല്ല പറഞ്ഞിട്ടോ, പറഞ്ഞ മനസ്സിലാക്കണേ. ഹൽക്കിൻ്റെ ഐൻ ഫീലോ ലാം ഫീലോ ഹൽക്കിൻ്റെ ലെറ്ററിൽ പെട്ടത് മുഴുവൻ ഇങ്ങനെ വരും എന്നല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെയാ പറഞ്ഞത്? ഇത് വരണമെങ്കിൽ, ഇത് മുത്തരിദായി വരണമെങ്കിൽ ഹൽക്കിൻ്റെ ലെറ്ററുകളിൽ ഐൻ ഫീലോ ലാം ഫീലോ ആയിട്ട് വരണം. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, സമിഅ യസ്മഉ, ഇവിടെ സമിഅ എന്നുള്ളതിന് ലാം ഫീല് ഐനാണ്, പക്ഷെ അത് ഫഅല യഫ്അലു വസ്നിക്കല്ല വന്നിക്കുന്നത്. ലമിഅ യൽമഉ, ഉണ്ടോ? അതൊക്കെ എന്താണ്? ഐൻ ഫീല് അല്ല, ലാം ഫീല് ഐനായിട്ടാണ് വന്നിക്കുന്നത്. പക്ഷെ ഐൻ ഫീലോ ലാം ഫീലോ ഹൽക്കിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഒന്ന് ആയി വന്നാൽ മാത്രമേ ഇത് വരൂ. അങ്ങനെ വരുന്നതിൻ്റെ ഒക്കെ ഈ ബാബ് വരുന്നല്ല. മനസ്സിലായോ? മനസ്സിലായോ? നീ ഇതൊക്കെ മനസ്സിലായില്ല? ഫൈസ, ജുമാന, ഈ ബാബ് അറബിക് ഗ്രാമർ നിയമങ്ങളോട് യോജിക്കണമെങ്കിൽ, ഫഅല യഫ്അലു എന്ന് മുത്തരിദായി വരണമെങ്കിൽ അതിൻ്റെ ഐൻ ഫീലോ ലാം ഫീലോ ഹൽക്കിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരമായേ പറ്റൂ. എന്തല്ല, ഹൽക്കിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഐൻ ഫീലോ ലാം ഫീലോ ഹൽക്കിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഒന്നായി വന്നത് മുഴുവൻ ഈ ബാബിൽ വരും എന്നല്ല. ഓക്കെ, ക്ലിയർ ആണോ? പറഞ്ഞത് മനസ്സിലായില്ല? ഇപ്പൊ ത്വലഅ യത്ലുഉ എന്നാ പറയാം. ത്വലഅ യത്ലുഉ, അതിൻ്റെ ഐൻ ഫീൽ എന്താ? ഐൻ ഫീൽ ലാമാണ്, ലാം ഫീൽ ഐനാണ്, പക്ഷെ അത് യത്ലുഉ. അൻത തത്ലുഉ ബൈനനാ എന്ന് നമ്മൾ പറയാം. അപ്പോൾ അത് അങ്ങനെയാണ് വന്നത്. അത് ഫഅല യഫ്ഉലു വസ്നാണ്. ഫഅല യഫ്ഉലുൽ ഏത് ബാബ് വന്നാലും അങ്ങനെ വരാം. ഈ കണ്ടീഷൻ ഇല്ല. ഫഅല യഫ്ഇലുലും ഈ കണ്ടീഷൻ ഇല്ല. ഈ നാലാമത് പറയാൻ പോകുന്ന ഫഅല യഫ്അലുലും ഈ കണ്ടീഷൻ ഇല്ല. ഇതിന് മാത്രമേ ഈ കണ്ടീഷൻ ഉള്ളൂ. ഇങ്ങനെയുള്ളത് മാത്രമേ ഐൻ ഫീലോ ലാം ഫീലോ ഹൽക്കിൻ്റെ ലെറ്ററിൽപ്പെട്ട അക്ഷരമായത് മാത്രമേ ഇങ്ങനെ വരൂ. അപ്പം തസ്രിഫുഹു, അതിൻ്റെ സർഫാക്കൽ ഫനഹ്വു فتح يفتح فتحا فهو فاتح وفتح يفتح فتحا فهو مفتوح الأمر منه افتح ليفتح ليفتح والنهي لا تفتح لا يفتح لا يفتح فتح അവൻ ഒരു പുരുഷൻ തുറന്നു, യഫ്തഹു അവൻ ഒരു പുരുഷൻ തുറക്കും, ഫത്ഹൻ തുറക്കൽ, ഫഹുവ ഫാത്തിഹുൻ അവൻ തുറക്കുന്ന പുരുഷനാണ്. ഫുത്തിഹ തുറക്കപ്പെട്ടു, വാതിൽ തുറക്കപ്പെട്ടു, യുഫ്തഹു തുറക്കപ്പെടും, ഫത്ഹൻ തുറക്കപ്പെടൽ, ഫഹു മഫ്തൂൻ അത് തുറക്കപ്പെട്ടതാണ്. അംർ ഇഫ്തഹ് നീ തുറക്ക്, ലിയഫ്തഹ് അവൻ തുറക്കട്ടെ, ലിയുഫ്തഹ് അവൻ തുറക്കപ്പെടട്ടെ. ലാ തഫ്തഹ് നീ തുറക്കരുത്, ലാ യഫ്തഹ് അവൻ തുറക്കരുത്,
ലാ യുഫ്തഹ്, ആ വാതിൽ തുറക്കപ്പെടരുത്, അത് തുറക്കപ്പെടരുത്. മഫ്തഹുൻ, ലർഫ് മഫ്തഹ്, തുറക്കുന്ന സ്ഥലം അല്ലെങ്കിൽ തുറക്കുന്ന സമയം. വൽ ആലത്തു, ഉപകരണം ഏതാണ്? മിഫ്തഹുൻ വ മിഫ്തഹത്തുൻ വ മിഫ്തഹ്, തുറക്കുന്ന ഉപകരണം, ചാവി. മിഫ്താഹ് എന്നാണ് എന്തിനു പറയാം? കീ, ചാവിക്ക് പറയാം. وتثنيتهما مفتحان ومفتحان والجمع منهما مفاتح ومفاتيح واسم التفضيل منه أفتح, കൂടുതൽ തുറക്കുന്നവൻ. വൽ മുഅന്നസു ഫുത്ഹ, കൂടുതൽ തുറക്കുന്നവൾ. وتثنيتهما أفتحان وفتحيان وجمعهما أفتحون وأفاتح وفتح وفتحيات. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, ജസ്റ്റ് ഒന്ന് നോക്കി. യെസ്, പറയട്ടെ. ഉദാഹരണം പറയാം. ഫത്തഹ യഫ്തഹു, ഉദാഹരണം നേരത്തെ ഏതോ ഒന്ന് പറഞ്ഞല്ലോ പേര്, ഓർക്കുന്നുണ്ടോ? ആ, ഓക്കെ. ഖറഅ യഖ്റഉ. ആ, കാശിഫ് പറയാം. ഖറഅ യഖ്റഉ. قرأ يقرأ قرآن فهو قارئ وقرئ يقرأ قرآن فهو مقروء. الأمر منه اقرأ يقرأ يقرأ والنهي لا تقرأ لا يقرأ لا يقرأ والوقف منه مقرأ والإعادة اقرأ وإقراء وتسميتهما ഖുർആയാത്ത് അല്ലേ? പിന്നെ റഅ ഇതേ വരെ വരിക. റഅ യറ, പക്ഷെ ആ ഹംസ പോവും, മുളാരിയിൽ ഹംസ പോകും കേട്ടോ. റഅ യറ, റഅ യറ, റഇയൻ അല്ലെങ്കിൽ റുഇയത്തൻ മസ്തർ, റാഇൻ വറുഇയ യുർആ
رؤية فهو مرئي. الأمر منه إرأى ليرأى. ليرأى. والنهي لا ترأى لا يرأى لا يرأى. والظرف منه مرأى. അവസാനം യാ അല്ലേ, അപ്പം അതിന് അർക്കത്ത് കൊടുക്കൂല, മർആ. വൽ ആലത്തു മിർആ മിർആത്ത്. മിർആത്ത് നോക്കുന്ന ഉപകരണം, കണ്ണാടി. മിർആഉൻ തസ്നിയത്തുഹുമ മർഅയാനി വ മിർഅയാനി. വൽ ജംഉ മിൻഹുമ മറായി വ മറായിഉൻ. അവസാനം ഒരു യാ ആയതുകൊണ്ടുള്ള പ്രത്യേകത കേട്ടോ, അവസാനം ഹംസ വരും. ഇസ്മു തഫ്ദീലി മിൻഹു അർആ വൽ മുഅന്നസു റുഅ്യ. തസ്നിയത്തുഹുമ അർഅയാനി റുഅ്യയാനി. ജംഉഹുമ അർഅയൂന വ അറായി വ റുഅയു റുഅ്യയാത്ത്. അങ്ങനെ വരും. പിന്നെ ഈ ബാബിൽ പിന്നെ വേറെ വരുന്ന ഒരു ഉദാഹരണം എന്താ? ذهب يذهب. അത് പറ, പറഞ്ഞോ. യെസ്, വെരി ഗുഡ്. കുറേ ഉണ്ട് കേട്ടോ. നമുക്ക് ദബഹ യദ്ബഹു, സഅല യസ്അലു, മനഅ യംനഉ, നഫഅ യൻഫഉ. ദബഹ എന്ന് പറഞ്ഞു നോക്കിയാൽ ഫൈസ. ദബഹ ദബഹ യദ്ബഹു, അറുക്കുക. ذبح ذبح يذبح ذبحا فهو ذابح. ذبح أذبح ذبح يعني ذبح ذبحيات. ഓക്കെ ഉണ്ടോ അല്ലേ? ക്ലിയർ അല്ലേ? സഅല യസ്അലു, സഅല യസ്അലു സുആലൻ ഫഹുവ സായിലുൻ, വസുഇല യുസ്അലു സുആലൻ ഫഹുവ മസ്ഊലുൻ.
الأمر منه اسأل ليسأل ليسأل والنهي لا تسأل لا يسأل لا يسأل الظرف منه مسأل والآلة مسأل ومسألة ومسآل وتثنيتهما مسألان ومسألان والجمع منهما مسائل ومسائل واسم التفضيل منه أسأل والمؤنث سؤلا وتثنيتهما أسألان وسؤليان والجمع منهما أسألون وأسائل وسؤل سؤليات منع يوم منع يمنع منعا فهو مانع ومنع يمنع منعا فهو ممنوع الأمر منه امنع ليمنع ليمنع والنهي لا تمنع لا يمنع لا يمنع والظرف منه ممنع والآلة ممنع وممنعة وممنع وتثنيتهما ممنعان وممنعان والجمع منهما ممانع وممانيع واسم التفضيل منه أمنع مؤنث منع تثنيتهما أمنعان منعيان أمنعون أمانع ومنع ومنعيات ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ സർഫാക്കിയിട്ട് പഠിക്കണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം എടുത്ത ഇതിൽ നമുക്ക് ഇത് രണ്ടും തീർക്കാം കുഴപ്പമില്ലല്ലോ ഓക്കെ അല്ലേ യെസ് അപ്പോൾ 12-ാം തീയതി എക്സാം കുറഞ്ഞ ചോദ്യങ്ങളെ ഉണ്ടാവും നേരെ പഠിച്ച് ക്ലിയർ ആയിട്ട് വരാം ഓക്കെ എന്നാൽ ശരി സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം